കഴിഞ്ഞ് ഞാൻ ഇത് ഞാൻ ശ്രീചിത്ര പോയിട്ട് വന്നോണ്ട് എന്നെ സർജറി ചെയ്ത ഡോക്ടറെ വിളിച്ച് കാര്യം പറയും. അപ്പൊ ഡോക്ടറും അത് കുഴപ്പമില്ലാന്ന് ഞാനും അന്വേഷിച്ചപ്പോ അങ്ങനെ എന്നെ പറയണത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ബോർഡ് മീറ്റിംഗ് കൂടി വീണ്ടും ഒരാഴ്ച അപ്പൊ ഞാൻ എനിക്കിത് എന്താണെന്നുള്ള ഒരു ഇത് വേണം, എനിക്കിത് എടുത്തു തരണം എന്നല്ലേ ആദ്യം പറഞ്ഞത്. ഇപ്പൊ എന്താ ഡോക്ടർ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം. അത് സമാധാനപ്പെടുന്നു നമുക്ക്, ഞാൻ വേറെ അന്വേഷിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഇനിയും ഒരു ബോർഡ് മീറ്റിംഗ് കൂടെ ഉണ്ട്. ആ ബോർഡ് മീറ്റിംഗ് കൂടെ കൂടിയിട്ട് നമ്മൾ ഒരു തീരുമാനം അറിയിക്കും. 2 ആഴ്ചയോളം കഴിഞ്ഞ് ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായി. അപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചു. അപ്പോഴും പറഞ്ഞു വെച്ചാൽ ഇതും ആ ഡോക്ടറും പറയുന്നത് എടുക്കാൻ പറ്റത്തില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഞാൻ ഇനി ഇത് എന്ത് ചെയ്യണമെന്നാ ഡോക്ടർ പറഞ്ഞത്. അതിപ്പം എന്തായാലും നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു വീഴ്ച തന്നെയാണ്. അപ്പൊ ഞങ്ങളൊരു എല്ലാ ബോർഡ് മീറ്റിംഗുകാരും കൂടെ കൂടി ഒരു സർട്ടിഫിക്കറ്റ് പോലെ അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയതാണെന്നും പറഞ്ഞ് ഒരു തരും. അപ്പൊ അത് റെഡിയാക്കിയിട്ട് എന്നെ വിളിക്കുമ്പോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനാലിടയ്ക്ക് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഞാൻ പോയില്ല, എന്റെ അമ്മയും എന്റെ ഹസ്ബൻഡും കൂടെ പോയപ്പം അവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അവരൊക്കെ വന്നിട്ട്, ദിവ്യ അവരൊക്കെ വന്നിട്ട് പറഞ്ഞു, പിന്നെ ഇത് നമുക്ക് ഒരു കേസൊന്നും കൊടുക്കണ്ട, അങ്ങനെയുള്ള ഇതില് അവര് പറഞ്ഞു നിങ്ങളായോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പൊ മീഡിയക്കാരൊക്കെ ഇവിടെ നിറഞ്ഞേനെ, അങ്ങനെയൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ഒതുക്കി വിടാനുള്ള ആ ശ്രമം അവര് അന്ന് നടത്തിയിരുന്നു. ഡോക്ടറും പറഞ്ഞു കേസൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡ് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞേക്ക് എനിക്ക് പണിയാവും എന്നൊക്കെ ഡോക്ടറിന്റെ അടുത്ത് ഫോൺ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ പേടിക്കേണ്ടത്, പേടിക്കാനുള്ള വിഷയമല്ല എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞ് ഒഴിയാണ് ചെയ്തത്. പിന്നീട് വിശദീകരണത്തിൽ പറയുന്ന ഒരു കാര്യം, ഏപ്രിലാണല്ലോ സർജറി നടന്നത്, മാർച്ച് 2023. ആ സമയത്ത് നിങ്ങൾ പരാതിയൊന്നും നൽകിയില്ല. അത് പരാതി നൽകാൻ വേണ്ടിയിട്ട് പോയപ്പോ ഈ ഡോക്ടർ പറഞ്ഞു പരാതി നൽകണ്ട, ഞാൻ ഇത് എടുത്തത് രാജീവ് കുമാർ ഡോക്ടർ പറഞ്ഞത് ഇത് പിന്നെ നിങ്ങള് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഇത് നമുക്കിത് തുറന്ന് ഇത് കീഹോൾ വഴി ഒരു നാരോന്നും പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അത് വെച്ചിങ്ങ് വലിച്ചെടുക്കാം എന്നൊക്കെയാ പറഞ്ഞത്. എന്നിട്ട് എന്നെ ശ്രീചിത്രയെ കൊണ്ടുപോയി. ശ്രീചിത്രയുടെ ഡോക്ടർ ആദ്യം കാർഡിയോളജി ഡോക്ടറും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് CT എടുത്തപ്പോഴാണ് ഇത് എടുക്കാൻ പറ്റില്ല, ഹാർട്ടുമായിട്ട് പരാതി കൊടുക്കണ്ട, നമ്മളിത് എടുത്തരാം, ഇത് കീഹോൾ വഴി തുറന്ന് ഈ കീഹോൾ വഴി നമുക്കൊരു ഞാരോന്നും മറ്റൊരു സംഭവം ഉണ്ട്, അത് വെച്ച് ഇങ്ങനെ പതുക്കെ വലിച്ചിങ്ങ് എടുക്കാം, അപ്പൊ ഈ ഒയറിങ് വരും. അപ്പൊ ഈ ഡോക്ടറിന് CT എടുത്താലേ നമുക്കിത് എന്താണെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ CT എടുക്കാൻ വേണ്ടിയിട്ട് CT എടുത്തപ്പോഴത്തേക്കാണ് CT എടുക്കാൻ വേണ്ടിയിട്ട് മെയ് 2-നാണ് എനിക്ക് ഡേറ്റ് കിട്ടുന്നത്. അപ്പൊ 5000 രൂപയോളം ആവും CTക്ക്. പിന്നെ വീട്ടിൽ വന്നിട്ട് ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു എന്റെ കയ്യിൽ CT എടുക്കാനുള്ള കാശില്ല എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ എനിക്ക് ആദ്യം 6000 രൂപ അയച്ചു തന്നാണ് CT എടുക്കാൻ. അങ്ങനെ ആ പൈസയും കൊണ്ട് പോയി തന്നെയാണ് ഞാൻ CT എടുത്തത്. പിന്നെ അവിടെ OP ഒക്കെ എടുത്തതിന്റെ പൈസ എല്ലാം കൂടെ രണ്ടാമത് 590 രൂപയും കൂടെ അയച്ചു തന്നായിരുന്നു. അങ്ങനെ ആ പൈസ അയച്ചതിന് അത് വെച്ച് തന്നെ ഞാൻ CT ഒക്കെ എടുത്തത്.